13ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി നവകേരളത്തിന് ജനകീയാസൂത്രണം എന്ന കർമ്മ പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയാണ്. തത്സമയ ദൃശ്യങ്ങളിൽ എന്ന പങ്കാളിത്തപൂർണ്ണ കർമ്മ പരിപാടിക്ക് രൂപം നൽകുന്നു. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 4 മിഷനുകളുടെ പ്രവർത്തനങ്ങളും വിവിധ വകുപ്പുകളുടെ പരിപാടികളും സംയോജിപ്പിച്ച് ബഹുതല ആസൂത്രണത്തിന്റെ രീതിശാസ്ത്രം അവലംബിച്ച് പ്രാദേശിക സാമ്പത്തിക വികസനവും സാമൂഹിക സുരക്ഷയും സുഭദ്രമാക്കാനും സദ്ഭരണം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് നവകേരളത്തിന് ജനകീയാസൂത്രണം വിഭാവനം ചെയ്തിട്ടുള്ളത്. സർവതല സ്പർശിയായ പങ്കാളിത്തം ഉറപ്പാക്കി ജനകീയതയുടെ വീണ്ടെടുപ്പിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തും. ഈ ജനകീയ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇപ്പോൾ ഈ വേദിയിൽ ധന്യമായി കൊണ്ടിരിക്കുന്നത്. നവകേരളത്തിന് ജനകീയാസൂത്രണം സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഇവിടെ ഈ വേദിയിൽ ഭദ്രദീപം കൊളുത്തി ധന്യമാക്കിയിരിക്കുന്നു. ഈ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സഹോദരി സഹോദരന്മാരെ, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഒത്തുചേരലുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ 13ാം പദ്ധതി രൂപീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഏകദേശം 2 ലക്ഷം കോടി രൂപ അടങ്കൽ വരുന്ന പദ്ധതിയാണ് നാം വിഭാവനം ചെയ്യുന്നത്. ഈ ഘട്ടത്തിൽ 13ാം പദ്ധതി ജനകീയാസൂത്രണം ഏതൊക്കെ വിധത്തിൽ ഫലപ്രദമാക്കാനാകും എന്നതാണ് ഇന്ന് നാം ഗൗരവമായി പരിശോധിക്കുന്ന കാര്യം. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ സർക്കാർ എടുത്ത ആദ്യ തീരുമാനങ്ങളിലൊന്ന് പഞ്ചവത്സര പദ്ധതികളും ആസൂത്രണവും തുടരുമെന്നതാണ്. ഈ തീരുമാനത്തിൻ്റെ പ്രസക്തി എല്ലാവർക്കും അറിയാവുന്നതാണ്. കേന്ദ്ര സർക്കാർ ആസൂത്രണത്തിൻ്റെ വഴി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ കേരളം വികസനാസൂത്രണം തുടരാൻ തീരുമാനിച്ചു. അതിന് കാരണം ജനാധിപത്യത്തിലുള്ള ഉറച്ച വിശ്വാസമാണ്.
കേരളത്തിൻ്റെ ഭാവിയെ വിധിക്കും കമ്പോളത്തിനും വിട്ടുകൊടുക്കാൻ നാം തയ്യാറല്ല. കൂട്ടായ ഇടപെടലിലൂടെ ചരിത്രം നിർമ്മിക്കാൻ കേരളത്തിലെ ജനങ്ങൾ കാണിച്ച നിശ്ചയദാർഢ്യമാണ് വിശ്വവിഖ്യാതമായ കേരള മാതൃക ഉണ്ടാവാനിടയാക്കിയത്. പൊതുനന്മക്കായി ഒത്തുചേരാനും പൊതുജനാഭിപ്രായം രൂപീകരിക്കാനും കൂട്ടായി ഇടപെടാനും കേരളീയർ കാണിച്ച ഉത്സാഹമാണ് ഇന്ന് നാം അഭിമാനം കൊള്ളുന്ന കേരളത്തിൻ്റെ എല്ലാ നേട്ടങ്ങൾക്കും കാരണം. ചരിത്രത്തിൻ്റെ ഗതിയെ സ്വാധീനിക്കാനും നയിക്കാനും കേരളത്തിലെ ജനങ്ങൾ കാണിക്കുന്ന ഈ ഉത്സാഹം 13ാം പദ്ധതിക്കാലത്ത് തുടരുക തന്നെ ചെയ്യും. കൂട്ടായ പ്രവർത്തനത്തിൻ്റെ മൂർത്ത രൂപമായിരിക്കും കേരളത്തിൻ്റെ 13ാം പദ്ധതി. ജനകീയ പങ്കാളിത്തത്തോടെ 13ാം പദ്ധതി പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കാൻ ജനകീയ ആസൂത്രണത്തിന് വലിയ പങ്ക് വഹിക്കാനാണ്. കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഈ 13ാം പദ്ധതി ഒരു നാഴികക്കല്ലാവുമെന്ന കാര്യത്തിൽ സർക്കാരിന് ആത്മവിശ്വാസമുണ്ട്. നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തെ ആകെ പ്രതിസന്ധിയിലാക്കിയ നോട്ട് പിൻവലിക്കലും തുറന്നുണ്ടായ നിയന്ത്രണങ്ങളും ഉയർത്തുന്ന വെല്ലുവിളികളുണ്ട്. അവയെല്ലാം അതിജീവിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി നമ്മുടെ സംസ്ഥാനത്ത് മുന്നേറുന്നുണ്ട്. അതോടൊപ്പം നാം ഏറ്റവും വലിയ വരൾച്ച നേരിടാൻ പോകുന്നു എന്നത് ഗൗരവമായ പ്രശ്നമാണ്. വരൾച്ച സൃഷ്ടിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിന് മുൻകൂർ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കറൻസി പ്രശ്നം, വരൾച്ച, ഇവയെല്ലാം ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുവെന്നത് വസ്തുതയാണ്. ആ പ്രതിസന്ധി വളരെ വൈകാതെ തന്നെ അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കേരളത്തെ വളർച്ചയുടേതായ ഒരു ഉയർന്ന പന്ഥാവിലേക്ക് നയിക്കാൻ ഉതകിയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വളർച്ചയുടെ ഉയർന്ന പന്ഥാവ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേവലം ഉയർന്ന വളർച്ചാ നിരക്കുകൾ മാത്രമല്ല, തുടർച്ചയായുള്ള ഉയർന്ന വളർച്ചയോടൊപ്പം സാമൂഹ്യനീതി, പരിസ്ഥിതി രക്ഷ, വിനോദം, വിശ്രമം, സാംസ്കാരിക ഉണർവ്, ഇതെല്ലാം ഉറപ്പാക്കുന്ന വികസനത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നു ചെല്ലാനാവണം. അതിന് 13ാം പദ്ധതി കേരളത്തെ പ്രാപ്തമാക്കുക തന്നെ ചെയ്യും. 13ാം പദ്ധതി നവകേരളത്തിൻ്റെ സൃഷ്ടിയാണ് ലക്ഷ്യമിടുന്നത്.
2 ലക്ഷം കോടി രൂപയുടെ പദ്ധതി അടങ്കലിൽ 60,000 കോടി രൂപയോളം പ്രാദേശിക സർക്കാരുകളുടെ പദ്ധതികൾക്കായി നീക്കിവെക്കാനുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 13ാം പദ്ധതി ലക്ഷ്യമിടുന്ന നവകേരളത്തിൻ്റെ സൃഷ്ടി സാധ്യമാവണമെങ്കിൽ സംസ്ഥാനതല പദ്ധതിയോടൊപ്പം പ്രാദേശിക പദ്ധതികളും വലിയ വിജയമായി മാറണം. 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതികളുടെ സാധ്യത ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചത് കേരളമാണ് എന്ന കാര്യം ഇന്നേവരും സമ്മതിക്കും. കേരള ഭരണത്തിൻ്റെ ജനാധിപത്യവൽക്കരണത്തിന് ജനകീയാസൂത്രണ പ്രസ്ഥാനം വലിയ പങ്ക് വഹിച്ചു എന്ന കാര്യം നിസ്തർക്കമാണ്. നമ്മുടെ നാടാകെ അംഗീകരിക്കുന്നൊരു വസ്തുതയാണ്. ഇക്കാര്യത്തിൽ കക്ഷി വ്യത്യാസവുമില്ല, എല്ലാവരും അംഗീകരിക്കുന്നൊരു വസ്തുതയാണ്. ജനകീയാസൂത്രണത്തെ സംബന്ധിച്ച് നടന്ന പഠനങ്ങളും കമ്മീഷൻ റിപ്പോർട്ടുകളും ജനകീയ സംവാദങ്ങളും ഈ നേട്ടങ്ങളെ ആകെ വിലയിരുത്തുമ്പോൾ തന്നെ അതിൽ സംഭവിച്ച ചില പോരായ്മകളും കുറവുകളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നിർണായകമായ പല പരിഷ്കാരങ്ങളും അതിൻ്റെ ഭാഗമായി ഈ പഠനങ്ങളും കമ്മീഷൻ റിപ്പോർട്ടുകളും ശുപാർശ ചെയ്തിട്ടുമുണ്ട്. ഇതെല്ലാം അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് നന്മകൾ നിലനിർത്തി പോരായ്മകൾ പരിഹരിച്ച് മുന്നേറാനാണ് 13ാം പദ്ധതിയുടെ ഘട്ടത്തിൽ ശ്രമിക്കുക. ജനകീയാസൂത്രണം സാധ്യമാക്കിയ നേട്ടങ്ങൾ ഇവിടെ പ്രത്യേകമായി എടുത്തു പറയുന്നില്ല. എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും മികവ് സ്വാഭാവികമായും പ്രദർശിപ്പിക്കാനുള്ള വിഷമം നമുക്കറിയാം. ചില തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നേടാൻ കഴിഞ്ഞ നേട്ടങ്ങൾ ഇവിടെ ഒരു പ്രദർശനത്തിലൂടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം മികവ് നേടാൻ കഴിയുന്നു എന്നതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തമാണ് ആ പ്രദർശനത്തിൽ കാണാൻ നമുക്ക് കഴിയും. ഈ നേട്ടങ്ങൾ ഏറെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് തുടരുക തന്നെ വേണം. നാളിതുവരെയുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ചെറിയ പോരായ്മകളാണെങ്കിലും ആ പോരായ്മകൾ പരിഹരിക്കാനും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാനുമാണ് നാം ശ്രമിക്കേണ്ടത്. ഇവിടെ പ്രധാന പ്രശ്നം നമ്മുടെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആദ്യം വേണ്ടത് നടപടിക്രമങ്ങൾ ലളിതമാക്കുകയാണ്. പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും 2017-18 വാർഷിക പദ്ധതിയുടെ രൂപീകരണം എപ്പോഴാണ് പൂർത്തിയാവുക? ഇതൊരു പ്രധാന പ്രശ്നമാണ്. നാം ജനുവരി 21 നിൽക്കുന്നത്. മാർച്ച് 31 മുൻപ് പദ്ധതി പൂർത്തിയാക്കി ഏപ്രിൽ 1 മുതൽ നിർവഹണം ആരംഭിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇതുവരെയുള്ള അനുഭവം വെച്ച് പരിശോധിച്ചാൽ പദ്ധതി തയ്യാറാവാൻ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലെയാണ്. നമ്മുടെ
അനുഭവത്തിൽ കാണുന്നത് പണം ചെലവാക്കുന്നത് ഏതാണ്ട് 80% അവസാനത്തെ 3 മാസമാണ് എന്നതാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെലവാക്കുന്നത് മാർച്ച് മാസത്തിലാണ്. ഈ നില തുടരാനാവില്ല. ഇത് പൊതുവേ ഉള്ളൊരു കാര്യമാണ്. സർക്കാർ ഉദ്ദേശിക്കുന്നത് ക്രമാനുഗതമായി ചെലവിട്ടു പോകണം. അവസാനത്തെ 3 മാസം 30% മാത്രമേ ചെലവിടാൻ ബാക്കി നിൽക്കാൻ പാടുള്ളൂ. മാർച്ച് മാസമാകുമ്പോൾ 15% കൂടുതൽ ബാക്കി ഉണ്ടാകാൻ പാടില്ല. ഇത്തരത്തിലൊരു ക്രമീകരണം സംസ്ഥാന ഗവൺമെന്റ് ചെലവിടുന്നതിൽ കൊണ്ടുവരാൻ പോവുകയാണ്. അതിനനുസൃതമായി നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മാറാൻ കഴിയണം. ഓരോ വർഷവും ചെലവിടേണ്ട പണം പൂർണ്ണമായും ചെലവിടുന്നതിന് ഈ ഒരു ക്രമീകരണം സഹായിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ നടപടിക്രമങ്ങൾ ലളിതമാക്കുകയും പ്രാദേശിക സർക്കാരുകൾ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കുകയും വേണം. പദ്ധതി രൂപീകരണവും നടത്തിപ്പും സമയബന്ധിതമാക്കാൻ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്ന നടപടിക്രമങ്ങൾ ഇത് വളരെ പ്രധാനമായതാണ്. കാരണം ജനപങ്കാളിത്തം ഏറ്റവും പ്രധാനമാണ്. ജനപങ്കാളിത്തവും സമയനിഷ്ഠയും ഒരുമിച്ച് കൈവരിക്കാനാവണം. ഇത് പറയുന്നത് പോലെ എളുപ്പമുള്ളൊരു കാര്യമല്ല. എന്നാൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു വെല്ലുവിളിയാണ്. പദ്ധതി തയ്യാറാക്കുന്ന പ്രവർത്തനം കാലേക്കൂട്ടി ആരംഭിക്കുക എന്നതാണ് നിർദ്ദേശിക്കാവുന്ന ഒരു പോംവഴി. വരുന്ന ധനകാര്യ വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരണം ഇപ്പോൾ തന്നെ തുടങ്ങുകയും വേണ്ടത്ര ഉത്സാഹിക്കുകയും ചെയ്താൽ മാത്രമേ ഏപ്രിൽ 1 തന്നെ പദ്ധതി നിർവഹണം ആരംഭിക്കാൻ കഴിയും. പ്രാദേശിക സർക്കാരുകൾ ഈ അടിസ്ഥാനത്തിലുള്ള സമയക്രമം പാലിക്കാൻ തയ്യാറാവണം. സംസ്ഥാന സർക്കാർ ഇതനുസരിച്ച് നടപടികൾ സ്വീകരിക്കുകയാണ് എന്ന് നേരത്തെ വ്യക്തമാക്കി. യഥാർത്ഥത്തിൽ ആസൂത്രണത്തെ ഒരു തുടർച്ചയായ പ്രക്രിയയാണ് നാം കാണേണ്ടത്. ധനകാര്യ വർഷം തുടങ്ങാറാവുമ്പോൾ വെപ്രാളപ്പെട്ട് നടത്തേണ്ട ഒരു കാര്യമായി ആസൂത്രണത്തെ കാണരുത്. നാം ജീവിക്കുന്ന പ്രദേശത്തിൻ്റെ, ഇത് ഗ്രാമമാകാം നഗരമാകാം, അതിൻ്റെ ഭാവി വികസനം എങ്ങനെയാവണം എന്നതിനെ സംബന്ധിച്ച് അന്വേഷണങ്ങളും പഠനങ്ങളും സംവാദവും തുടർച്ചയായി നടത്താനാവണം. അത്തരമൊരു തയ്യാറെടുപ്പ് ഉണ്ടെങ്കിൽ പദ്ധതി തയ്യാറാക്കാനുള്ള പ്രോജക്റ്റുകൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടം വേണ്ടി വരില്ല. നാടിൻ്റെ പൊതു നന്മയെയും വികസനത്തെയും കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ ഒരു കൂട്ടായ്മ എല്ലാ ഗ്രാമത്തിലും നഗരത്തിലും ഉണ്ടാവണം. ഒരു മാനദണ്ഡം മാത്രമേ അതിന് വെക്കേണ്ടതായിട്ടുള്ളൂ. അവർ നാടിൻ്റെ പൊതു നന്മയും നാടിൻ്റെ വികസനവും പ്രധാനമായി കണ്ട് ആ വഴിക്ക് ചിന്തിക്കുന്നവരാവണം. അങ്ങനെ വന്നാൽ ക്രമേണ ആ കൂട്ടായ്മയിലേക്ക് എല്ലാ പൗരന്മാരെയും
ആകർഷിക്കാൻ കഴിയും. അങ്ങനെ വന്നാൽ എല്ലാ പൗരന്മാരും ആസൂത്രകരായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തും. യഥാർത്ഥത്തിൽ അതാണല്ലോ നാം ആത്യന്തികമായി ലക്ഷ്യം വെക്കേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനമാണ് ജനപങ്കാളിത്തം ഉറപ്പാക്കുക എന്നുള്ളത്. ഗ്രാമസഭകളിലും ഇതര പ്രവൃത്തികളിലും ജനങ്ങൾ പങ്കെടുക്കുന്നത് കുറയുന്നു എന്നതാണ് നമ്മുടെ സമീപകാല അനുഭവം. പുതിയ പദ്ധതി മുതൽ ഈ പങ്കാളിത്തം എണ്ണത്തിലും ഗുണത്തിലും വർദ്ധിപ്പിക്കണം. ഔപചാരിക പങ്കാളിത്തമല്ല, അർത്ഥവത്തായ പങ്കാളിത്തമാണ് ഉണ്ടാവേണ്ടത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പൗരന്മാരുടെ ഉത്തരവാദിത്വം അവസാനിച്ചു എന്നൊരു ധാരണ പൗരന്മാർക്കുണ്ടാകാൻ ഇടവരുന്നത്. ഇത്തരമൊരു ധാരണയുണ്ടെങ്കിൽ അത് മാറേണ്ടതാണ്. തങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതോടെ അവസാനിക്കുന്നതല്ല ജനാധിപത്യത്തിൽ പൗരന്മാരുടെ ഉത്തരവാദിത്വം. കേരള മാതൃകയുടെ അടിസ്ഥാനം തന്നെ കൂട്ടായ ഇടപെടലുകളുടെ പാരമ്പര്യമാണ് എന്നത് നാം പ്രത്യേകമായി ഓർക്കേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യകരമായ അവസ്ഥ സംസ്ഥാന തലത്തിൽ ദൃശ്യമാവുന്ന തുടർച്ചയായ ഇടപെടലിൻ്റെ ഈ രീതി നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും കാര്യത്തിൽ കാണുന്നില്ല എന്നതാണ്. പ്രദേശങ്ങളിൽ വികസന സംവാദങ്ങൾ ഉണ്ടാകുന്നില്ല. കഴിയാവുന്നത്ര വികസന സംവാദങ്ങൾ ഉയർന്നു വരണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൗരന്മാരുടെ ഭാഗത്തു നിന്നും തുടർച്ചയായ ഇടപെടലുണ്ടാകണം. 13ാം പദ്ധതിയിൽ ഈ നിലയിലെല്ലാം ക്രിയാത്മകമായ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. ജനകീയ സംവാദങ്ങൾ, തുടർച്ചയായ ഇടപെടലുകൾ വളർത്തിയെടുക്കാൻ ഭരണസമിതികളും ഒപ്പം രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളുടെ ഇതര പ്രസ്ഥാനങ്ങളും സമൂഹമാകെയും മുൻകൈയെടുക്കണം. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും ഇതുമായി സഹകരിക്കണം. കാരണം ഓരോ പ്രദേശത്തിൻ്റെയും വികസനം ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രസ്ഥാനവും പ്രധാനമായി കാണുന്നതാണ്. പൊതുവായി ചർച്ച ചെയ്താൽ മൂർത്തമായ നിർദ്ദേശങ്ങളിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ വേണ്ടത് കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തർക്കവിതർക്കങ്ങൾക്ക് വേദികൾ നമുക്ക് ധാരാളമുണ്ട്. അതെല്ലാം മാറ്റിവെച്ച് നാടിൻ്റെ നന്മയെ കണക്കാക്കി നാടിൻ്റെ വികസനത്തിന് ഒന്നായിരുന്ന് ചർച്ച ചെയ്ത് മൂർത്തമായ നിർദ്ദേശങ്ങൾ രൂപീകരിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. 13ാം പദ്ധതിയിലെ ജനകീയ ആസൂത്രണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ബഹുതല ആസൂത്രണത്തിന് നൽകുന്ന പ്രാധാന്യമായിരിക്കും. ഇത് ഒരു പ്രധാന വ്യത്യാസമാണ്. നാം വളരെ വളരെ പ്രാദേശികം എന്ന് കരുതുന്ന പല പ്രശ്നങ്ങളും യഥാർത്ഥത്തിൽ അത്ര പ്രാദേശികമല്ല എന്ന് കൂടുതൽ ആഴത്തിലുള്ള പരിശോധനയിലേക്ക് കടന്നാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണത്തിന് മാലിന്യ പ്രശ്നം, കുടിവെള്ള പ്രശ്നം, ഇങ്ങനെ ഏത് പ്രശ്നമെടുത്താലും നാം ചർച്ച ചെയ്യുന്ന പ്രദേശത്തിന് അപ്പുറത്തേക്ക് നീളുന്ന വേരുകളും ശാഖകളും ഒക്കെ കാണാൻ നമുക്ക് കഴിയും. പ്രാദേശിക പ്രശ്നങ്ങൾക്ക്
പ്രദേശത്തിന് പുറത്തേക്ക് വേരുകളും ശാഖകളും ഉണ്ട് എന്ന് എടുത്തു പറയുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും പ്രാദേശികമായി പങ്കാളിത്ത ആസൂത്രണത്തിലൂടെ പരിഹാരം കാണാൻ കഴിയുമെന്ന ധാരണ ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിക്കാനാണ്. മുൻകാലത്ത് പ്രാദേശിക ആസൂത്രണത്തെ മുകൾത്തട്ട് ഗവൺമെന്റുകളുമായും വകുപ്പുകളുമായും കൂട്ടിയിണക്കുന്ന കാര്യം വേണ്ടത്ര ശ്രദ്ധിച്ചിരുന്നില്ല. ഈ പോരായ്മ പരിഹരിക്കാൻ 13ാം പദ്ധതിയിൽ ആത്മാർത്ഥമായ ശ്രമം തന്നെ ഉണ്ടാവും. പ്രാദേശിക വികസന പ്രശ്നങ്ങൾ പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും ഗ്രാമസഭകളുടെയും അയൽ സഭകളുടെയും സ്വയം സഹായ സംഘങ്ങളുടെയും ചുമലിൽ കെട്ടിവെച്ച് മാറി നിൽക്കുന്ന സമീപനമല്ല സംസ്ഥാന സർക്കാർ സ്വീകരിക്കുക. മറിച്ച് പ്രാദേശിക സർക്കാരുകളുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അവയെ സഹായിക്കുന്ന തരത്തിലുള്ള അനുപൂരകമായ ഇടപെടൽ സർക്കാർ വകുപ്പുകളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ആ തരത്തിലാണ് ഇവിടെ സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള എല്ലാ മിഷനുകളുടെയും പ്രവർത്തനം ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രാദേശിക സർക്കാരുകളെ മറ്റ് എല്ലാ വകുപ്പുകളും സഹായിക്കുന്നതിന് മുന്നോട്ട് വരികയാണ് ചെയ്യുക. പ്രാദേശിക സർക്കാരുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനത്തെ നല്ല തോതിൽ മറ്റ് വകുപ്പുകൾ സഹായിച്ച് സമ്പുഷ്ടമാക്കുകയാണ് ചെയ്യുക. സാങ്കേതിക മികവും വിദഗ്ധരുടെ പങ്കാളിത്തവും ജനകീയാസൂത്രണ പദ്ധതികളും പ്രോജക്റ്റുകളും അറിവിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ പിന്നോക്കമാണെന്ന വിമർശനം തുടക്കം മുതലേ ഉണ്ടായിട്ടുണ്ട്. നാം കാണേണ്ടത് അറിവിൻ്റെ ശേഖരം നിരന്തരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അറിവും സാങ്കേതിക വിദ്യയും ജീവിതത്തിലേക്കും, അതായത് ഉൽപാദനത്തിലേക്കും വിപണനത്തിലേക്കും ഉപഭോഗത്തിലേക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന സമൂഹങ്ങളാണ് അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാദേശിക ഗവൺമെന്റുകൾക്ക് വിദഗ്ധരുടെയും വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളുടെയും സേവനം ഇപ്പോൾ ലഭ്യമല്ല എന്ന സ്ഥിതിയുണ്ട്. സർക്കാർ വകുപ്പുകളിലെ സാങ്കേതിക വിദഗ്ധരുടെ സേവനം പോലും ആവശ്യത്തിന് ലഭ്യമല്ല എന്ന പരാതിയുമുണ്ട്. കാരണം ഓരോ പദ്ധതിക്കും അതിൻ്റെ സമയക്രമം പാലിച്ചു പോകണമെങ്കിൽ ഈ സഹായം ആവശ്യമുള്ള ഘട്ടത്തിൽ ലഭിക്കണം. അത് ലഭ്യമല്ല എന്ന വിമർശനമാണ് നിലനിൽക്കുന്നത്. 13ാം പദ്ധതിയിൽ പ്രാദേശിക വികസന പദ്ധതികളും വിജ്ഞാനവും അഥവാ വൈദഗ്ധ്യവും തമ്മിലുള്ള ഈ വിടവ് നികത്താൻ കഴിയണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞാൽ പ്രാദേശിക സർക്കാരുകൾക്ക് മാത്രമല്ല, അറിവ് ഉൽപ്പാദിപ്പിക്കാൻ ചുമതലപ്പെട്ട വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങൾക്കും നേട്ടമുണ്ടാകും. ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പഠനങ്ങൾ, ഗവേഷണം അറിവിൻ്റെ അടിത്തറ കൂടുതൽ ശക്തമാക്കും. ഇപ്പോൾ കാർഷിക സർവകലാശാലയുണ്ട്, കാർഷിക വിദഗ്ധരുണ്ട്. അവർ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ സഹായിക്കാൻ പറ്റും. വിവിധ സാങ്കേതിക വിദ്യകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. അവിടെയുള്ളവരെ നല്ല രീതിയിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ചില പ്രവർത്തനങ്ങളിൽ സഹായിക്കാനാവും.